ഈ അടുത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചിറ്റടി മീത്തൽ എന്ന് പറയുന്ന മടവൂർ ശൈഖുനാന്റെ വീട്ടിൽ വന്നുകൊണ്ടൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ വൈലത്തൂർ തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ആ വാക്കിൽ പറയുന്നത്, വൈലത്തൂർ തങ്ങള് മഹാനരായ ശൈഖുനാക്ക് ഖിദ്മത്ത് ചെയ്തു എന്ന ഭാഗം ഇവിടെ എത്ര വ്യക്തമാണ്. ശൈഖുനാന്റെ ഞാൻ നേരത്തെ പാടിത്തന്ന ബൈത്തിൽ തന്നെ ഇല്ലേ അത്? എന്നിട്ടിപ്പോൾ പുതിയൊരു മസാല കൊണ്ടുവരികയാണ്. വൈലത്തൂർ തങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഒരു വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പോലും മടവൂര് ശൈഖുന സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അതിന് പറയുന്ന കാരണമോ വിചിത്രമായ കാരണം. മടവൂര് ശൈഖുന അവിടുത്തെ സമീപത്തുള്ള വൈലത്തൂർ തങ്ങൾ ഒരു ഖാദിമായി, ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ആളായിരുന്നു. അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഖിദ്മത്ത് എടുപ്പിക്കുകയോ അവർ ഖിദ്മത്ത് ചെയ്യുമ്പോൾ അതിന് സമ്മതിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു അത്രേ മടവൂര് ശൈഖുന. നോക്കൂ നിങ്ങൾ, ഇതാ ഞാൻ പറഞ്ഞേ, നേരായ വഴിയിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ കളവുകൾ പറയേണ്ടി വരും, കള്ളത്തരങ്ങൾ പറയേണ്ടി വരും. അതെത്ര വലിയ ആളായാലും കളവ് പറഞ്ഞാൽ കളവന്നല്ലേ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് കള്ളത്തരം ആര് പറഞ്ഞാലും കള്ളത്തരാണ്. എന്താണ് ആ ഖിദ്മത്തിന്റെ രൂപമെന്നത് വൈലത്തൂർ തങ്ങൾ തന്നെ പ്രസംഗിക്കുകയും എഴുതുകയും ഞങ്ങളോടൊക്കെ തന്നെ ഒരുപാട് പറഞ്ഞതുമാണ്. എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു എന്നല്ല, ഏത് സമയത്ത് പറയാൻ തുടങ്ങിയാലും അവരാദ്യം പറയുന്ന വാചകമാണ്, ഞാൻ അവർക്ക് ഖിദ്മത്ത് ചെയ്തു, ഞാൻ അവരെ സേവിച്ച് അവരുടെ ആളായി ജീവിച്ചു. ഇത് പറയാത്ത വാളേതാ? ഇത് പറയാത്ത എഴുതാത്ത പുസ്തകമേതാ? അപ്പൊ ഏറ്റവും വലിയ സത്യത്തെ തന്നെ നിഷേധിക്കേണ്ടി വന്നു ഇവർക്ക്. കേട്ടു നോക്കൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയല്ല, കൃത്യമായി പറയുന്നത് കാണാം ഈ ചിറ്റടി മീത്തൽ പ്രസംഗത്തിൽ. ജലാലുദ്ദീൻ സഖാഫി തങ്ങളതായ ഇവിടെ ഉണ്ട്. അങ്ങനെ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയാം. തങ്ങളിങ്ങനെ അങ്ങോട്ട് കൂടുക എന്നല്ലാണ്ട് തങ്ങളെ കൊണ്ട് ഒരു ഖിദ്മത്തും ചെയ്യിപ്പിക്കൂല. അത് തങ്ങളാണ് എന്നുള്ള നിലക്ക് ഒരു വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയില്ല. തങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചു നോക്കും ഖിദ്മത്ത് ചെയ്യാൻ. പക്ഷേ ആ ഖിദ്മത്ത് സ്വഹബത്ത് കൊണ്ടുള്ള ഖിദ്മത്ത് അല്ലാതെ മറ്റൊന്നും അനുവദിച്ചിട്ടില്ല. സ്വഹബത്ത് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുക, കൂടെ ഇരിക്കുക, കൂടെ പോവുക, കൂടെ വരിക. ഇത് വലിയൊരു മഹത്വമുള്ളതാണ് എന്ന നിലക്കല്ലാതെ ഒരു ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം സയ്യിദന്മാരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് CM വലിയുള്ളാഹിയുടെ മദ്ഹബ്. അങ്ങനെ അത്രയും വലിയ മഹാൻ നമ്മളോട് പോകണം, പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം. വൈലത്തൂർ തങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അടുത്തു പറഞ്ഞൊരു സംഭവമായത്, തങ്ങളെ കൊണ്ട് ഖിദ്മത്ത് എടുപ്പിച്ചില്ല, ഒരു വെള്ളം പോലും ചൂടാക്കി കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ പോലും ശൈഖുന സമ്മതിക്കൂല എന്നതാണ്. ഞാനൊന്ന് വായിച്ചുതരാം തങ്ങൾ ചെയ്ത ഖിദ്മത്ത്. ഇതൊക്കെ നമ്മൾ എന്തിനാ ചരിത്രം മാറ്റിമറിക്കുന്നത്? ഉള്ള പോലെ പറഞ്ഞാൽ പോലെ. ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ നേരത്തെ വായിച്ച വലിയുല്ലാഹി CM സ്മരണിക, ഇതില് ഖുതുബുസ്സമാൻ CM വലിയുല്ലാഹി എന്ന ലേഖനം. ഈ ലേഖനത്തിൽ മടവൂര് ശൈഖുനക്ക് ഖിദ്മത്തെടുത്ത സംഭവം വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകളുടെ ഖിദ്മത്തിലും ശിക്ഷണത്തിലുമായി ഇനിയുള്ള നാളുകൾ കഴിക്കണമെന്ന് ഞാൻ ഉറച്ചു. അവരെ കണ്ടുമുട്ടിയ കാലം മുതൽ എന്തൊക്കെ ഖിദ്മത്താ ചെയ്തത്? ശൈഖുനാക്ക് കുളിക്കാൻ അതിരാവിലെ വെള്ളം തിളപ്പിക്കണം. ആര് ചെയ്യുന്ന ജോലിയാണ്? വൈലത്തൂര് തങ്ങൾ. ഇതിന് സുഹബത്ത് വേണം. എപ്പോഴെങ്കിലൊക്കെ നേരത്തെ തൊയ്യിലുസ്താദ് അൻവരുസ്താദ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം നേടാൻ വേണ്ടി മാത്രം പോയാൽ അതിന് സുഹബത്ത് എന്ന് പറയൂല. നിങ്ങളെ സൂബ പറഞ്ഞാൽ ആൾ അവിടെ എത്തന്നെ വേണ്ട, സൂബന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. നേരത്തെ അതിവിടെ വിശദീകരിച്ചതാണല്ലോ. വൈലത്തൂർ തങ്ങൾ അങ്ങനെ സുഹബ ഉണ്ടായതല്ല. EK ഉസ്താദ് അങ്ങനെ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോയി സുഹബ ഉണ്ടായതല്ല. ഖിദ്മത്ത് എടുപ്പിക്കൂല, എടുത്താൽ തന്നെ സമ്മതിക്കൂല. ഒരു ന്യായീകരണം നടക്കൂല കേട്ടോ. ഒരാളെ ഒരുത്തൻ ന്യായീകരിക്കാൻ വന്നതിന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
അങ്ങോട്ട് പറഞ്ഞ് ഖിദ്മത്ത് എടുപ്പിക്കൂല എന്നാണ്. അത് രണ്ടും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഖിദ്മത്ത് എടുപ്പിക്കൂലെന്നും അഥവാ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ സമ്മതിക്കൂല. പച്ചക്കളവല്ലേ അത്. കള്ളത്തരം ആര് പറഞ്ഞാലും കള്ളത്തരാണ്. വലിയ ആളാണ് ചെറിയ ആളാണ് എന്തോ കളവിന്, അങ്ങനെയല്ലല്ലോ. അപ്പൊ ശൈഖുനാക്ക് കുളിക്കാൻ അതിരാവിലെ വെള്ളം തിളപ്പിക്കണം. അവർ കുളിക്കുന്ന വെള്ളത്തിൽ 10 ഇരട്ടി വെള്ളം ചേർത്താൽ പോലും സാധാരണക്കാർക്ക് പൊള്ളുമായിരുന്നു. വലുത്തൂർ തങ്ങളെ ലേഖന. എങ്ങനെ? അവർ കുളിക്കുന്നത് അത്രയും ചൂടുള്ള വെള്ളം. അപ്പൊ ആ വെള്ളത്തിന്റെ 10 ഇരട്ടി വെള്ളയിലേക്ക് കൂട്ടിയാൽ പോലും സാധാരണക്കാര് ആ കൂട്ടിയ വെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ തന്നെ പൊള്ളുമായിരുന്നു. അപ്പൊ ശൈഖുന കുളിക്കുന്ന വെള്ളത്തിന്റെ ചൂടെത്രയായിരിക്കും എന്നിട്ട് പറയാ. കഴിഞ്ഞിട്ടില്ല. ശരീരത്തിൽ കുഴമ്പും തേക്കണം, ഔറത്തല്ലാത്ത ഭാഗങ്ങൾ സോപ്പ് തേച്ച് കുളിപ്പിക്കണം, തോർത്തിക്കൊടുക്കണം, വസ്ത്രം ഇസ്തിരിയിട്ട് വെക്കണം, ഭക്ഷണം കുഴച്ചു കൊടുക്കണം, മത്സ്യവും മാംസവും മുള്ളും എല്ലും നീക്കിക്കൊടുക്കണം, ചിലപ്പോൾ വാരിക്കൊടുക്കണം. ഒരു ഖിദ്മത്തും ചെയ്തില്ല. വലിയ ഉപരി പറയാ. ഇനി ഏത് ഖിദ്മത്താ അവിടെ ബാക്കിയുള്ളത്? ചോറ് വരെ വാരിക്കൊടുത്തു എന്നാണ് വൈലത്തൂർ തങ്ങൾ എഴുതി വെക്കുന്നത്. കണ്ടോ? മത്സ്യവും മാംസവും മുള്ളും എല്ലും നീക്കി ചിലപ്പോൾ വാരിക്കൊടുക്കണം, കക്കൂസിൽ വെള്ളം കൊണ്ടുവെക്കണം, ഫാനില്ലാത്ത സ്ഥലത്താണെങ്കിൽ വീശിക്കൊടുക്കണം. ശൈഖുന നിത്യവും കുഴമ്പ് തേച്ച് വിസ്തരിച്ചൊന്ന് കുളിക്കുമായിരുന്നു. പിന്നെയും പല പ്രാവശ്യം കുളിക്കും. തലയിൽ എണ്ണയിടാതെ കുളിക്കാറില്ല. ചില ദിവസങ്ങളിൽ 10ഉം അതിലധികവും തവണ കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാ ഖിദ്മത്തല്ലാത്ത നേരം? ഖിദ്മത്തല്ലാത്ത നേരം ഏതാ ഇല്ല? അതാ ഞാൻ നേരത്തെ പറഞ്ഞ ബൈത്തിൽ തന്നെ, അറബിയിൽ തന്നെ അതുണ്ട്. അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്തു ബിലാ ഫുതൂർ എന്ന് പറഞ്ഞ ഒരു മടിയുമില്ല. അത് എഴുതി വെച്ചത് വൈലത്തൂർ തങ്ങൾ. ഇപ്പൊ ഇയാൾ പറഞ്ഞെന്താ? ഒരു ചുടുവെള്ളം പോലും, വെള്ളം ചൂടാക്കി കൊടുക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല. നിങ്ങൾ വിചാരിച്ച ആളല്ലത് ശൈഖ് മടവൂർ ഖദ്ദസുല്ലാഹു. നിങ്ങൾ വിചാരിച്ചതെന്താ? തങ്ങൾ അഹ്ലു ബൈത്താണ്. മടവൂർ ശൈഖുനയോ ശിഷ്യന്മാര് പറഞ്ഞു കൊടുത്തതാ. അഹ്ലു ബൈത്ത് വലിയ അഹ്ലു ബൈത്താണ് വൈലത്തൂർ തങ്ങൾ. അപ്പൊ അതിന്റെ മുകളിൽ വരാൻ പാടില്ല. എന്നാൽ ആ അഹ്ലു ബൈത്തിന്റെ എല്ലാം മുകളിലുള്ള അഹ്ലു ബൈത്താണ് മഹാനരായ ശൈഖുന. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കാദ്യം ഖറാബത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖറാബത്ത് അഹ്ലു ബൈത്ത്. ഇസ്മാഈൽ ഹിഖി തങ്ങളുടെ റൂഹുൽ ബയാൻ തഫ്സീർ എടുക്ക്, ഇമാം ഷഅറാനി തങ്ങളുടെ കിതാബ് എടുക്ക്. അതിലൊക്കെ കാണാം അഹ്ലു ബൈത്ത് ഖറാബത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിലാദ്യം വരുന്നവർ ഓരോ കാലഘട്ടത്തിലും ദീനിന്റെ സംരക്ഷകരായി വരുന്ന ഉന്നതരായ മശായിഖന്മാരാണ്. അതിൽ പ്രധാനിയാണ് മടവൂർ ശൈഖുന. കാരണം റിഫായി ശൈഖിനോടും അതുപോലെ ഔസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖിനോടും അവരോടാണ് എന്നെ ചേർത്തി പറയേണ്ടത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച തുല്യതയില്ലാത്ത മഹാനാണ് മഹാനരായ ശൈഖുന, ശൈഖുൽ മശായിഖ്, ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറ. നോക്കൂ നിങ്ങൾ. ഏറ്റവും വലിയ അഹ്ലു ബൈത്തായ ശൈഖുനാക്ക്, അഹ്ലു ബൈത്തായ തങ്ങൾക്ക് സേവനം ചെയ്യാം, ചെയ്യിക്കുകയും ചെയ്യാം. ഇങ്ങനെ ആയപ്പോൾ ഇടങ്ങാറാവൂലേ? അലിയാരെ കൊണ്ട് മുത്തു റസൂലിന് ഖിദ്മത്ത് എടുപ്പിക്കാൻ പറ്റൂല പറഞ്ഞാൽ കുടുങ്ങൂലപ്പത്. അലിയാർ അഹ്ലു ബൈത്താണ്. പക്ഷെ അലിയാരെ അഹ്ലു ബൈത്ത് ആക്കിയ ഒരാളുണ്ട്. അതാരാ? മുത്തു റസൂലാണത് സല്ലല്ലാഹു അലൈഹി. അലിയാർ തങ്ങൾ കുടുംബത്തിൽ വന്ന ആളൊന്നുമല്ലല്ലോ. അലിയാരെ അഹ്ലു ബൈത്താകുന്ന എങ്ങനെ? ഒരു പുതപ്പിന്റെ ചോട്ടിൽ വെച്ച് ഹൗലായി അഹ്ലു ബൈത്തി, ഇവരെന്റെ അഹ്ലു ബൈത്താണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അഹ്ലു ബൈത്ത് ആക്കുന്ന ആളുകളുണ്ടാവും ഓരോ കാലഘട്ടത്തിൽ. അതുണ്ട്. ഇപ്പൊ പേർഷ്യയിൽ നിന്ന് വന്ന ആളാണ് സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി. സൽമാനുൽ ഫാരിസി തങ്ങളെ കുറിച്ച് മുത്തു റസൂൽ എന്ന് പറഞ്ഞു, സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്. സൽമാൻ നമ്മുടെ അഹ്ലു ബൈത്താണ്. അതോടെ അഹ്ലു ബൈത്തായി. ഉമർ ഇബ്നുൽ ഫാരിദ് തങ്ങൾ അറിയപ്പെട്ട കുടുംബമാണ്, പക്ഷെ അഹ്ലു ബൈത്തല്ല. ലാഹിറിൽ, പ്രത്യക്ഷത്തിൽ
തബഖാത്തു ശാദുലിയത്തിൽ കാണാം, രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ ഉമർ അൻത മിന്നി, നീ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉമർ തങ്ങളെ. അവർ പറഞ്ഞു, എൻ്റെ കുടുംബവും എൻ്റെ ഉപ്പാന്റെ പേരും അവരുടെ ഉപ്പാന്റെ പേരും അതെല്ലാം ഞാൻ എഴുതി വച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പരമ്പര ചെന്നെത്തുന്നത് അങ്ങേക്ക് മുല തന്ന ഹലീമത്തു സഅദിയ എന്ന ബീവിയിലേക്കാണ്. ഹബീബായ തങ്ങൾ അല്പം ശബ്ദം കൂട്ടിയിട്ട് പറഞ്ഞു, യാ ഉമർ അൻത മിന്നി, പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ എൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്, ഞങ്ങൾ ആക്കല്ലേ അത്. മഹാനവറുകൾ പറഞ്ഞു, സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ വളരെ കറക്റ്റാണ് അങ്ങ് പറഞ്ഞത്, സത്യം സത്യം. അത് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നത്, പിന്നെയോ അതിങ്ങനെ പറയാണ് ഉണർച്ചയിലും, സ്വദഖ്ത യാ റസൂലല്ലാഹ്, സ്വദഖ്ത യാ റസൂലല്ലാഹ്. അപ്പൊ അഹ്ലുബൈത്ത് ആക്കുന്നവരുണ്ട് ഇവിടെ, അത് മറക്കണ്ട. അഹ്ലുബൈത്തിന് സേവനം ചെയ്യാൻ അതിലും വലിയ അഹ്ലുബൈത്താണ് മടവൂർ ശൈഖ് എന്ന് ഈ വലിയ മൂപ്പർക്ക് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്നത് എത്ര സങ്കടകരാണ്. അവിടെയാണ് ശംസുൽ ഉലമന്റെ മഹത്വം, ശംസുൽ ഉലമയുടെ പവർ അവിടെയാണ്. ഏതെല്ലാം പ്രതിസന്ധികൾ അന്നുണ്ടായിട്ടുണ്ട്, എവിടെയെങ്കിലും ഇടറിയോ? ഇല്ലല്ലോ. ഇതെന്താ സംഭവം എന്നറിയങ്ങള്, ഇതിൻ്റെ ഒക്കെ ആകെ തുക എന്ന് പറയുന്നത് ഔലിയാക്കന്മാരോടുള്ള ഒരു സുഹബത്ത് കിട്ടിയില്ല. സുഹബത്ത് എന്ന് പറഞ്ഞാൽ, സുഹബത്ത് മുസാഹബത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കാൻ പോവുക, ദർസ് നടത്താൻ പോവുക, അതിന് ദ്വാരക്കാൻ വേണ്ടി പറയാൻ പോവുക, സംവാദം നടക്കുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ പോവുക. അതാ സുഹബത്ത് പറഞ്ഞാൽ. ഇപ്പം നമ്മളെ വൈലത്തൂർ ഒരു ഡോക്ടറുണ്ട്, അയാളെടുത്ത് പനി ഉണ്ടാകുമ്പോൾ പോയി, അത് അയാളോടുള്ള സുഹബത്താ. അയാൾ നമ്മൾ വലിയ വന്താന്ന് അപ്പം അതിന് പറയാ? അല്ല, അത് അവിടെ തന്നെ പോയി മുലാസിമായിരിക്കല. ആ സുഹബത്താണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആരെ മുമ്പിൽ ഇരുന്നത്, ഖുതുബുസ്സമാൻ മൗലദ് ദവീല സയ്യിദ് അലവിൽ മംബുറമി. അവർക്ക് പറഞ്ഞോളൂ, ആ സുഹബയാണ് മഹാനരായ ഖാലി മുഹമ്മദ് തങ്ങൾ, മുഹമ്മദ് അലാഉദ്ദീനുൽ ഹിംസി തങ്ങളുടെ ഹദറത്തിൽ ഇരുന്നത്. ആ സുഹബയാണ് ഈ കെ ഉസ്താദ് മടവൂർ ശൈഖുനായുടെ മുമ്പിൽ ഇരുന്നത്. മനസ്സിലായോ? അത് ഏതെങ്കിലും ഒരു സമയത്ത് പോയതല്ല, അവരാ ബന്ധത്തിൽ എന്നും നിലകൃതിയായിരുന്നു.